ഹായ് മക്കളെ, നമസ്കാരം. 9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏതാനും ചില ചോദ്യങ്ങളുമായിട്ടാണ് മാഷ് വന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക. കേരള പാഠാവലി ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഈ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് ഓർത്തേക്കണം. സാധ്യതാ ചോദ്യങ്ങൾ: 1. തരിശ് നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗത്ത് തൊഴിലാളികളെ കരിമുകിലിനോട് സാദൃശ്യപ്പെടുത്തിയതിൻ്റെ ഭംഗി വിശകലനം ചെയ്യുക. തൊഴിലാളികൾ ഭൂമിയിൽ വരുമ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നു, തരിശായിട്ടുള്ള ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നു, ഒരു കാർമേഘം കടന്നു വരുമ്പോൾ തരിശായ ഭൂമിക്ക് എങ്ങനെയാണ് സന്തോഷമുണ്ടാകുന്നത്, ആ വ്യത്യാസം എഴുതി കഴിയുമ്പോൾ കൃത്യമായിട്ട് ഈ ഉത്തരത്തിനകത്തേക്ക് എത്തുമെന്ന് നമുക്കറിയാലോ. ഉത്തരം ഇന്ന് നടക്കുന്ന ലൈവ് ക്ലാസ്സിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മാർക്കിനനുസരിച്ച് പറയുന്നുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം, ലൈവ് ക്ലാസ്സിലേക്ക് കൃത്യം എത്തിയേക്കണം. ദെൻ രണ്ടാമത്തെ ചോദ്യം: അച്യുതമ്മാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിത എരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത്. കഥയിലെ ഈ വാക്യത്തിന്റെ അർത്ഥതലം കണ്ടെത്തി എഴുതുക. എന്തായിരുന്നു അച്യുതമ്മാമയും മാധവനും തമ്മിലുള്ള ബന്ധം? എന്തായിരുന്നു മാധവന് അച്യുതമ്മാമ കുട്ടിക്കാലത്ത് എന്തായിരുന്നു? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ ഉത്തരത്തിനകത്തേക്ക് കടന്നു വരണം. ചോദ്യം ശ്രദ്ധിക്കുക. അച്യുതമ്മാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ച, അച്യുതമ്മാമയ്ക്ക് കേൾക്കാൻ വേണ്ടി അച്യുതമ്മാമയ്ക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ച. പക്ഷേ എന്ത് ചെയ്തു, തൻ്റെ ജോലി കവർന്നെടുത്തു കൊണ്ടുപോയി. ആ ചിത എരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത്. സെറ്റ്. അച്യുതമ്മാമ എന്ന കഥാപാത്രത്തെ പാഠഭാഗത്തെ സവിശേഷതകൾ മുൻനിർത്തി നിരൂപണം ചെയ്യുക. കഥാപാത്ര നിരൂപണം: അച്യുതമ്മാമ ഒന്നും ചുരുക്കി പറയാൻ അറിയാത്ത, എല്ലാം തുടക്കം മുതലേ അവസാനം വരെ നീട്ടിപ്പറയുന്ന അച്യുതമ്മാമ. കുട്ടിക്കാലത്ത് മാധവന് അച്ഛൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന അച്യുതമ്മാമ, അമ്മയുടെ മുഖമുള്ള അച്യുതമ്മാമ. അപ്പോൾ അച്യുതമ്മാമൻ്റെ പ്രത്യേകതകൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് കടന്നു വരണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അധ്വാനിക്കാൻ തയ്യാറല്ലാത്തവർ ആഹാരത്തിന് അർഹനല്ല. ഈ വാക്യത്തെ വിയർത്തവൻ്റെ വിശപ്പിന് സുഖമുണ്ട് എന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. അധ്വാനിക്കണം, നിരന്തരം ജോലിയിൽ ഏർപ്പെടണം എന്ന സന്ദേശം നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന ആ പാഠഭാഗത്തു നിന്നാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. ഈ പറയപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്ന് നടക്കുന്ന ലൈവ് ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് മാർക്ക് ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മക്കൾ വരണം, ഫ്രണ്ട്സിനെ കൂട്ടണം, ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. ദെൻ നെക്സ്റ്റ്: ഇന്ത്യ സ്വതന്ത്രയാവുന്നു, ഞാനും സ്വതന്ത്രയാവുന്നു. എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്. ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി 700 വർണ്ണങ്ങൾ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐശുവിൻ്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത്, ചർച്ച ചെയ്യുക. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെക്കുറിച്ച് ഐശു കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആ പറയുന്ന പോയിന്റുകളെയാണ് ഉത്തരത്തിനകത്തേക്ക് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കൊണ്ടുവരേണ്ടത്. മക്കളെ സെറ്റാക്കി വെച്ചോ, ഓർമ്മയിൽ വെച്ചോ. നാളെ പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പറിൽ കാണാവുന്ന ചോദ്യങ്ങളാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിലുള്ളതാണ്. തന്നിരിക്കുന്ന സൂചനയും പാഠഭാഗത്തെ ആശയവും പരിഗണിച്ച് ഗുരുദർശനങ്ങളുടെ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ, മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി, ഇങ്ങനെ ഒരുപാട് ഗുരുദേവ ദർശനങ്ങളുണ്ടല്ലോ. ആ ഗുരുദേവ ദർശനങ്ങൾ എടുത്തു വെച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ്? ഉപന്യാസം തയ്യാറാക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊരു ഉപന്യാസത്തിനുള്ള സാധ്യതയാണ്. ഉത്തരം എവിടെ കിട്ടും? ഇന്നത്തെ ലൈവിനകത്ത് കിട്ടും. വന്നേക്കുക. ദെൻ നെക്സ്റ്റ്: കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ താഴ്ന്ന ജാതിക്കാർക്കിടയിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമായത് എന്തായിരുന്നു? അവർക്ക് ലഭിച്ച അക്ഷരാഭ്യാസമായിരുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ടത്, അത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ആ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരണം. ഉത്തരങ്ങൾ പൂർണ്ണമായിട്ടും ഇന്നത്തെ ലൈവ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. മക്കൾ ലൈവിൽ കൃത്യസമയത്ത് എന്ത് ചെയ്യുക, എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.